കണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന ചരക്ക് ലോറിക്ക് തീപിടിച്ചു. ലോറി ഭാഗികമായി കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ഈ ലോറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അവർക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്ന് കരുതുന്നു. വിശദാംശങ്ങൾ. അനുജ, കണ്ണൂർ ചാല ബൈപ്പാസ് ജംഗ്ഷന് സമീപമാണ് ഓടിക്കൊണ്ടിരുന്ന ചരക്ക് ലോറിക്ക് തീപിടിച്ചത്. ഈ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എറണാകുളം പെരുമ്പാവൂരിൽ നിന്ന് പൂനെയിലേക്ക് പ്ലൈവുഡ് ലോഡുമായി പോയ ചരക്ക് ലോറിയാണ് ദേശീയപാത മധ്യത്തിൽ വെച്ച് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ് പ്രാഥമിക നിഗമനം. ഡ്രൈവർ മാത്രമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. പക്ഷേ ഈ ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. പിന്നാലെ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഒക്കെ എത്തി തീ അണച്ച് ഇപ്പോൾ ഈ വാഹനം ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഈ വാഹനത്തിന്റെ ഡ്രൈവർ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താ പേര് ചേട്ടൻ്റെ? എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ്. എന്താ സംഭവിച്ചത്? പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ടാണ് വരുന്നത്. ഇടത്തെ ഭാഗത്ത് നിന്ന് വന്നു. പുക വരുമ്പോൾ തന്നെ കണ്ടു. അതിൽ വണ്ടി നിർത്തി. അതിൽ വെള്ളമെല്ലാം ഒഴിച്ചു. വണ്ടി നിർത്തി പുറത്തിറങ്ങി. വെള്ളം ഒഴിച്ചിട്ട് ഒരു മാറ്റങ്ങളൊന്നുമില്ല. അതിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി പുറത്ത് പോയി. അങ്ങനെയുണ്ടായിരുന്നു കൂടുതൽ. പിന്നെ ഫോണൊക്കെ ഉണ്ടായിരുന്നു. ഫോൺ രണ്ടും നഷ്ടപ്പെട്ടു. വാഹനം ക്യാബിനും എഞ്ചിൻ ഭാഗം എല്ലാം കത്തി നശിച്ചു. പിന്നെ ഇവിടെ നാട്ടുകാർ അവരൊക്കെ വിളിച്ചറിഞ്ഞിട്ട് പിന്നെ പോലീസിൽ ഫയർഫോഴ്സെല്ലാം വന്ന് നേരം വൈകിയാണ്ടത് ഇത്ര ആയി. പെട്ടെന്ന് വന്നിട്ട് റെഡി ആയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അല്ലല്ല, അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം ഈ തീ വരുന്നത്, പുകയൊക്കെ ഉയരുന്നത് പെട്ടതിന് പിന്നാലെ വളരെ വേഗത്തിൽ തന്നെ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. അത്ഭുതകരമായി. ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാഹനത്തിൽ? രണ്ടുപേരുണ്ടായിരുന്നു അല്ലേ? രണ്ടുപേര് വാഹനത്തിലുണ്ടായിരുന്നു. രണ്ട് ഡ്രൈവർമാരാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അവർക്ക് രണ്ടുപേർക്കും പുറത്തിറങ്ങാൻ കഴിഞ്ഞു. അതായത് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ തീയാളിനാണ് കണ്ടത്. തീയാളിനേൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ചാടി. പെട്ടെന്ന് തന്നെ നിങ്ങൾ നടുറോട്ടി വണ്ടി നിർത്തി. അത് വലിയ ഒരു ഭാഗ്യമായി. കാരണം അവർക്ക് മറ്റു അപകടമൊന്നും പറ്റിയില്ല. ഈ പിടിക്കാൻ കാരണം എന്തായിരിക്കും? കാരണം എന്താണെന്ന് അറിയില്ല. അത് നിങ്ങളിപ്പം നേരിട്ട് പെരുമ്പാവൂരിൽ നിന്ന് ഡയറക്റ്റ് ഓടിച്ചു വരിക? അല്ല, ഞങ്ങൾ പെരുമ്പാവൂരിൽ രണ്ട് ഡ്രൈവർമാരെ ലീവ് ആയത്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് കയറിയാണ്. വണ്ടി വരുന്നത് പെരുമ്പാവൂരിൽ? വണ്ടി വരുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി. അവന് ചെറിയൊരു പരിക്കുണ്ട്, കാലിന് പറ്റിയിട്ടുണ്ടോ? ഇറങ്ങാൻ താമസിച്ചതിന് ചെറിയൊരു പൊള്ള അദ്ദേഹത്തെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് രണ്ടുപേരാണ് ഉണ്ടായിരുന്നത്. രണ്ട് ഡ്രൈവർമാരല്ലേ? രണ്ടുപേർ, അതായത് ഡ്രൈവറും കോ ഡ്രൈവറുമാണ്. രണ്ടുപേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഈ വാഹനത്തിൻ്റെ ക്യാബിനൊക്കെ നമുക്ക് കാണാം. അത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഏറെ നേരം ഈ ദേശീയപാതയിൽ, അതായത് ചാല മിംസ് ആശുപത്രിക്കും ചാല ബൈപ്പാസ് ജംഗ്ഷനിലും, അതായത് തലശ്ശേരി ടു കണ്ണൂർ ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗത സ്തംഭനം ഉണ്ടായി. ഇപ്പോൾ തീ അണച്ചതിന് ശേഷം, അതായത് അപകട സാഹചര്യം ഉള്ളതുകൊണ്ട് ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ വാഹനങ്ങൾ നിയന്ത്രിതമായ തോതിൽ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. കണ്ണൂരിലാണ് ഓടിക്കൊണ്ടിരുന്ന ചരക്ക് ലോറിക്ക് തീ പിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു.